ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റംദാൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, അതേസമയം നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 200 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് വേഗം വയ്ക്കുന്ന സമയത്ത് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനെടുത്ത വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. 1/4 കപ്പും 1 ടേബിൾ സ്പൂണോളം വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഓരോരുത്തരെടുക്കുന്ന മാവിനനുസരിച്ചിരിക്കും, വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ മാവ് നന്നായിട്ട് വിരകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ള 2 സവാള എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇനി അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ നിറമൊക്കെ നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ എല്ലെല്ലാം കളഞ്ഞ് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എണ്ണ പാത്രത്തിൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ തീ വെച്ചിട്ടുള്ളത്. ഇത് നമ്മളിനി കൈയെടുക്കാതെ ഒന്ന് വറുത്തെടുക്കണം. ഇത് കരികരാന്നാകുന്ന ടൈം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇനി പാത്രത്തിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും ഇപ്പം നമ്മൾ കരികരാന്ന് വറുത്തെടുത്ത ചിക്കനും കൂടി ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാവും റെഡിയായിട്ട് ഇരിപ്പുണ്ട്, നല്ല പാകത്തിന് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഇതിനെ 2 പീസായിട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട്. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന മാതിരി കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന മാതിരി ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഇതൊന്ന് ഷേപ്പാക്കി എടുക്കണം. അതിനായിട്ടൊരു കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കുട്ടി കുട്ടി റൗണ്ട് കിട്ടുമേ. ഇതിനേക്കാളും വലിയ റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ വലിയ ഒരു അടപ്പ് പാത്രമോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഇനി എക്സസ് ആയിട്ടുള്ള മാവ് ഇതുപോലെ എടുക്കുക. ഇനി ഭയങ്കര ഈസിയാണ്. ഓരോ റൗണ്ട് പോർഷനും എടുക്കുക, നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക, ഒന്ന് മടക്കി കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സൈഡ് ഒന്ന് കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതങ്ങ് ഒട്ടിയിരിക്കും. ഇനി ഫില്ലിങ് ഒന്നും ഒട്ടും പുറത്തോട്ട് പോകാണ്ടിരിക്കാനായിട്ട് ഈ സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ലോക്കായിട്ടിരിക്കും. ഒട്ടും തന്നെ ഫില്ലിങ് പുറത്തോട്ടൊന്നും ആവത്തുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ ആദ്യത്തെ കോഴിയട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന മാതിരി ചെയ്തെടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഞാൻ അടുപ്പത്തോട്ടൊരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ പാത്രമാണ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ കോഴിയുടെ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കാണ്ടിരിക്കാനായിട്ട് നോക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണ ഒരുപാട് അങ്ങ് ചൂടായി പോകുന്ന സമയത്ത് ഇടാണ്ടിരിക്കുക. ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് ഓരോ കോഴിയുടെ ഇട്ട് കൊടുക്കുക, തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോഴേ കോരി മാറ്റുക. ഈ ഒരു കളറൊക്കെ ആകുന്ന സമയത്ത് കോരി മാറ്റുക. ഇതൊരു കറക്റ്റ് കളറാണ്. അധികം എണ്ണയൊന്നും കുടിക്കാത്ത ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഇഫ്താർ സമയത്ത് ഉറപ്പായിട്ടും ട്രൈ ഔട്ട് ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. ഇഞ്ചിയോ വെളുത്തുള്ളിയോ പച്ചമുളകോ ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.